ആയവന പഞ്ചായത്തിലെ തോട്ടഞ്ചേരിയിൽ ഇരുകരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഈ വർഷം തന്നെ നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് എംപി പറഞ്ഞു. 2018 മഹാപ്രളയത്തിൽ തകർന്ന തൂക്കുപാലത്തിന് സമാന്തരമായാണ് കോൺക്രീറ്റ് പാലം പണിയുന്നത്. 2018 പ്രളയത്തിൽ തകർന്ന കടുംപിടി തോട്ടഞ്ചേരി തൂക്കുപാലത്തിന് പകരമായി തോട്ടഞ്ചേരി കടവിൽ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ആയവന പഞ്ചായത്തിലെ ഇരുകരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാളിയാർ പുഴയ്ക്ക് കുറുകെയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 1 വർഷം മുൻപ് നിർമ്മാണം ആരംഭിച്ച പാലത്തിന്റെ തൂണുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഈ വർഷം അവസാനത്തോടെ പാലത്തിന്റെ പണികൾ പൂർത്തിയാക്കി ജനങ്ങൾക്കായി തുറന്നു നൽകാൻ കഴിയുമെന്ന് ഡീൻ കുര്യാക്കോസ് എംപി പറഞ്ഞു. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കടുംപിടിയിൽ നിർമ്മിക്കുന്ന പാലം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നിർമ്മാണം കടക്കുന്ന സ്ഥിതിയിലാണുള്ളത്. ഇനി 6 മാസത്തിനുള്ളിൽ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തൽ. കാരണം 100 മീറ്ററിലധികം 110 മീറ്ററോളം നീട്ടമുള്ള വളരെ ബൃഹത്തായിട്ടുള്ള വാഹനങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാലമാണ് ഈ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2018 മഹാപ്രളയം ഉണ്ടായ ഘട്ടത്തിലാണ് അവിടെ ഉണ്ടായിരുന്ന തൂക്കുപാലം ഒലിച്ചുപോയത് അല്ലെങ്കിൽ നശീകരിക്കപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ഒരു തൂക്കുപാലം നിർമ്മിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ആദ്യഘട്ടത്തിൽ വന്നതെങ്കിലും പക്ഷേ ജനങ്ങളുടെ ആവശ്യം പൂർണ്ണതോതിൽ സഞ്ചരിക്കുന്ന ഒരു പാലമാണ് വർഷങ്ങളായി അവിടെ വേണ്ടത് എന്നുള്ളതാണ്. ആ ഘട്ടത്തിലാണ് പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ വ്യക്തിപരമായി ഞാനും അതിനകത്ത് ഇടപെടുന്നത്. സ്വാഭാവികമായും PMGSY പദ്ധതിയിൽ പാലം അനുവദിക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു അത്. അപ്പോൾ ഈ പാലം കൂടി നമ്മുടെ ആവോലി രണ്ടാർ റോഡിൻ്റെ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഉൾപ്പെടുത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പുരോഗതി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള തൊഴിലാളികളുടെ ക്ഷാമം മൂലം ചെറിയ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വളരെ അടുത്ത ദിവസം തന്നെ അതിൻ്റെ പണി ആരംഭിക്കുന്നതാണ്. ഡിസംബർ മാസം വരെയാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് അധികൃതർ ഈ പാലം പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയക്രമം നിശ്ചയിച്ചിട്ടുള്ളത്. അതിന് മുമ്പാകെ തന്നെ പാലത്തിൻ്റെ പണി പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെടുകയും ഗതാഗത യോഗ്യമാവുകയും ചെയ്യുമെന്നുള്ളത് ഘട്ടത്തിൽ അറിയിക്കുക. പാലം നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലാത്തതിനാൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിക്കാൻ സാധിച്ചിരുന്നു. കക്കടാശ്ശേരി കാളിയാർ റോഡിൽ നിന്നും പാലത്തിലേക്ക് റോഡിന് വീതി കുറവായതിനാൽ പ്രദേശവാസികളുമായി സംസാരിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടെന്നും ഡീൻ കുര്യാക്കോസ് എംപി പറഞ്ഞു. കടുംപിടി ഭാഗത്ത് പാലം ലാൻഡ് ചെയ്യുന്ന പ്രദേശത്ത് അവിടെ ആ അയൽവക്കക്കാരായിട്ടുള്ള ആളുകളുടെ സഹകരണം ഉറപ്പാക്കിയിട്ടുണ്ട്. കാരണം ഇതിന് ലാൻഡ് അക്വിസിഷൻ ഇല്ല. ഈ പ്രോജക്റ്റിന് പൈസ കൊടുത്ത് അക്വയർ ചെയ്യുന്നില്ല. നാട്ടുകാരുടെ സഹകരണത്തോടു കൂടിയിട്ടാണ് അവിടെ അലൈൻമെൻറ്റ് ശരിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട MLA ശ്രീ മാത്യു കൊഴുന്നാൾ ഉൾപ്പെടെ പങ്കാളിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അടുത്ത നാളുകളിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നില്ല, അതിൻ്റെ ഒരു ചർച്ച പൂർത്തീകരിച്ച് പൂർണ്ണമായ ധാരണയിലെത്തിയതിനു ശേഷമാണ് പണി ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈൻ ട്യൂണിങ് മാത്രം നടത്തി അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇരുകരകളിലുമുള്ള ജനങ്ങൾക്ക് വലിയ ആശ്വാസവും സൗകര്യവുമായി മാറും. 2018 മഹാപ്രളയത്തിൽ നിലവിലുണ്ടായിരുന്ന തൂക്കുപാലം പൂർണ്ണമായും സഞ്ചാരയോഗ്യമല്ലാതായി മാറിയിരുന്നു. ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇവിടെ പുതിയ കോൺക്രീറ്റ് പാലം നിർമ്മിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് ഫണ്ട് അനുവദിച്ചത്. കുക്കിംഗ് ആരുടേതാണെങ്കിലും ഹൈസ ഉണ്ടെങ്കിൽ രുചിയുടെ മേളാങ്കമല്ലേ? എന്താലേ ഹൈസയുടെ ഒരു രുചി. ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം. Haiza curry powder, the taste of royalty.